tried to get information out of her, but she won't respond. Home and clothing. So she just put everything in the car And then just walked straight out. That's the point of service. Yeah, like she was already crying, but the moment I went to get it signed, she was like crying even more. I'm like, hey, you're good, just breathe. And then I look down and I see the wedding ring emoji, and I'm like, oh, it's her husband. അമേരിക്കയിലെ ഒരു ടാർഗറ്റ് സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതിന് ഒരു ഇന്ത്യൻ സ്ത്രീയെ പിടികൂടിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. On January 15th, 2025, officers were dispatched to a Target in response to a reported shoplifting incident. ഈ വർഷം ജനുവരിയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോഴാണ് വൈറലാകുന്നത്. കടയിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അവർ കരയുന്നതും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതും വീഡിയോയിൽ കാണാം. ഇതിനു മുമ്പ് ജൂലൈയിൽ 1,00,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചതിന് മറ്റൊരു ഇന്ത്യൻ സ്ത്രീയെ US-ൽ പിടികൂടിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് പുതിയ സംഭവം. പുതിയ വീഡിയോ ഒരു യൂട്യൂബ് ചാനലാണ് പുറത്തുവിട്ടത്. വീഡിയോയിൽ സ്ത്രീ തെറ്റ് സമ്മതിക്കുകയും ആവർത്തിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. I heard something about your husband. Can't do it to your husband? Is that what you said? I cannot tell ചോദ്യം ചെയ്യലിനിടയിൽ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കാരണം ഡോക്ടറുടെ സഹായം വേണോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മാതൃഭാഷ ഗുജറാത്തിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പരിഭാഷകൻ്റെ സഹായമൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല എന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ടാർഗറ്റിലെ ജീവനക്കാരൻ CCTV ദൃശ്യങ്ങൾ പോലീസിന് കാണിച്ചു കൊടുത്തു. പണം കൊടുക്കാതെ സാധനങ്ങളുമായി അവർ കടന്നു പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അന്വേഷണത്തിനിടയിൽ ഈ സ്ത്രീ സ്ഥിരമായി കടയിൽ വരാറുണ്ടെന്ന് ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഇവരെ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതാദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ജീവനക്കാരൻ മറുപടി നൽകി. എടുത്ത സാധനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ചാണ് മോഷ്ടിച്ചതെന്ന് പിന്നീട് സ്ത്രീ സമ്മതിച്ചു. ചോദ്യം ചെയ്യലിൽ ശേഷം പോകാൻ അനുവദിക്കുമെന്നും എന്നാൽ കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണിൽ ഇഷ്യൂ ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നും അവർ പോലീസിനോട് പറഞ്ഞു. 3 മാസത്തിനിടെ ഇത്തരത്തിൽ രണ്ടാമത്തെ സംഭവമാണിത്. ഇതിനെ തുടർന്ന് US എംബസി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈയിലെ മോഷണ സംഭവത്തിന് ശേഷം US-ലെ ഇന്ത്യൻ എംബസി വിസ ഉടമകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കയിൽ വെച്ച് മോഷണം, അക്രമം, കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വിസ റദ്ദാക്കുകയും ഭാവിയിൽ US വിസ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും എന്ന് എംബസി X-ൽ കുറിച്ചിട്ടുണ്ട്. അമേരിക്ക നിയമത്തെ ബഹുമാനിക്കുന്നു. രാജ്യത്തേക്ക് വരുന്ന ഓരോ വിദേശികളും ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നിയമമനുസരിച്ച് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.